അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖാന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ആ കണ്ണ കിച്ചൺ ഉണ്ടല്ലോ, അതാണ് ഇന്ന് ഞാൻ ക്ലീൻ ആക്കാൻ പോകുന്നത്. ഇന്നലെ എന്നെ കെട്ടിയോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ അസി, വീട് ഒരു ദിവസം മുഴുവനായിട്ട് ക്ലീൻ ആക്കാൻ നിൽക്കരുത്, അങ്ങനെയാകുമ്പോൾ എന്തായാലും നിനക്ക് മടുപ്പ് പിടിക്കും. അതുകൊണ്ട് നീ എന്താ ചെയ്യണമെന്ന് അറിയാവോ? ഓരോ ദിവസം ഓരോന്നായിട്ട് ക്ലീൻ ആക്ക്. ഒരു ദിവസം ഇതാ കിച്ചണ്, ഒരു ദിവസം ഇതാ ആ കാണുന്ന റൂം, ഒരു ദിവസം ഇതാ ആ കാണുന്ന റൂമും, പിന്നെ ഒരു ദിവസം മൊത്തത്തിൽ ഇത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് വീട്ടിലൊന്നും അങ്ങനെ പണിയൊന്നും ഇല്ലല്ലോ. ആകെ നിങ്ങൾ 3 പേരേ ഉള്ളൂ. കുക്കിങ്ങിൻ്റെ പരിപാടികൾ കുറവേ ഉണ്ടാക്കും. അതുകൊണ്ട് ബാക്കി സമയം നീ എന്താ ചെയ്യണ്ടേ, ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുമെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് തോന്നി ഇതാ നല്ലത് എന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഒരു കിച്ചണാണ് ഗൈസ് വൃത്തിയാക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് പരിപാടി? നല്ലല്ലേ? അതുമല്ല, കഷ്ടപ്പെട്ടിട്ടല്ല എല്ലാവരും വീടുണ്ടാക്കുന്നത്. ജീവിത അവസാനം വരെ ഭർത്താക്കൾ വീട്ടിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അല്ലേ? അപ്പം ആ വീട് കൊണ്ട് നടക്കുന്നത് ആരുടെ കടമയാണ്? പറയൂ ഗൈസ്, നമ്മളെ കടമയല്ലേ? നമ്മളെങ്ങനെയാണ് നമ്മളെ വീട് വൃത്തിയിൽ കൊണ്ട് നടക്കുന്നത്, അതുപോലെയാണ് വീട് നിൽക്കുക അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇന്നത്തേത് ഇവിടെയാണ്. ഒരു കാര്യം പറയട്ടെ, ഇന്നില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോൻ്റെ കൂടെ തന്നെയാണ് വോയിസ് കൊടുക്കുന്നത്. മറ്റേത് പിന്നെ അങ്ങനെയല്ല, വീഡിയോ എടുത്ത് വെച്ചിട്ട് വേറൊരു ദിവസമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ക്ഷമിക്കണേ. ആദ്യം ഇവിടുന്ന് തുടങ്ങട്ടെ. ഫസ്റ്റ് ഞാൻ ഇവിടുന്നാണ് തുടങ്ങുന്നത്. കുറേ പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് ഞാനിതാ ഇവിടെയും അവിടെയെല്ലാം ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും പുറത്തേക്ക് ഇടാനുണ്ട് കണ്ട. എന്നിട്ട് എന്താ ചെയ്യാമെന്നറിയാവാ, ഈ ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കും. എന്നിട്ട് നിലം തുടക്കണം. നിലം തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഒരു 3-4 അതേപോലത്തെ പെട്ടി കാണുന്നുണ്ടല്ലോ, 3-4 പെട്ടിയിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റും. അപ്പോൾ അവിടെ തുടങ്ങട്ടെ കേട്ടാ. ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും കൂടുമ്പോൾ എടുക്കുന്ന പാത്രങ്ങളും കിച്ചൺ ഐറ്റംസൊക്കെ ഇവിടെയാണ് ഞാൻ വെക്കാറ്. ഡെയിലി എടുക്കുന്നത് അത് അവിടെയും അങ്ങനെയാണ് കേട്ടാ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ തന്നെ സമയം മൊത്തം ഈ ഒരു കിച്ചണിലേക്ക് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഈ കമ്പികളൊക്കെ വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. കമ്പി, ഡോറ്, അതേപോലെ ടൈല് വെള്ളം മുക്കിയിട്ട് അങ്ങനെ തുടച്ചെടുക്കണം. അപ്പോൾ തുടങ്ങട്ടെ ഞാൻ. ഇതെല്ലാം തന്നെയാണ് ഒരു വീട്ടമ്മേൻ്റെ പണി അല്ലേ? വെറുതെ ഇരുന്നിട്ട് കിടന്നിട്ട് ഫോൺ നോക്കിയിരുന്ന ഒരു കാര്യമില്ല ഗൈസ്, ഒരു കാര്യമില്ല. വീട് വൃത്തിയാക്കിയാലേ നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാകും. പിന്നെ ഇതൊക്കെ ക്ലീൻ ആക്കാൻ നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കെല്ലാം എന്താ പണി, എന്തിനാണ് വെറുതെ അതിൻ്റെ എല്ലാം ആവശ്യമല്ലേ? ഒരു കണക്കിന് എന്താ പറയുക, ഇങ്ങനത്തെ പണികൾ എടുക്കുമ്പോൾ സത്യം പറയാലോ, മനസ്സിന് എന്തെന്നില്ലാതെ സുഖമുണ്ട്, സന്തോഷമുണ്ടാവും. വെറുതെ അനാവശ്യ വർത്താനം പറഞ്ഞ് കൂടുതൽ ഫോണും നോക്കി അതിനെക്കൊണ്ടല്ലോ എന്താ കാര്യമല്ലേ? ചില സമയം നല്ല മൂടായിരിക്കും ഇങ്ങനത്തെ പണികൾ എടുക്കാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാ, നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, വീഡിയോയിൽ നല്ല പൊടിയുണ്ട്. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് അതൊക്കെ ക്ലീനാക്കി എടുക്കാനുണ്ട്. ഇത് ലാസ്റ്റ് വൃത്തിയാക്കിയത് ഒരു 3-4 മാസമായി. അതിൻ്റെ ആ വൃത്തിയുടെ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കിച്ചണിൽ ഇങ്ങനെ ഒരു വൃത്തിയാക്കാനുണ്ടല്ലോ. അത് വിചാരിച്ചിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. നമുക്കങ്ങനെയല്ലേ, വീട്ടിൻ്റെ എവിടെയെങ്കിലും വൃത്തികേടായിട്ട് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ അതന്നെയല്ലേ ഉണ്ടാവുക, അത് വൃത്തിയാക്കിയിട്ടില്ലല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട്. പിന്നെയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട് ഇത്ര വരെ ആക്കിയത് ഞാൻ തന്നെയാണ്. പൈസ ഹസ്ബൻഡിൻ്റെ തന്നെയാണ്. എൻ്റെ 1 ഉറുപ്പ്യ പോലും എനിക്കില്ല. എനിക്ക് പിന്നെ ജോലിയും കൂലിയായിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അതൊക്കെ ഹസ്ബൻഡിൻ്റെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാനല്ലേ ഈ വീട് ഇത്ര വരെ പണിയെടുപ്പിച്ചത്. വീട് ഞാൻ തന്നെയാണ് പണിക്കാരെ വെച്ചിട്ട് പണിയെടുപ്പിച്ചത്. അപ്പോൾ ആ ഒരു വേദന എന്തായാലും എനിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് വീട്ടിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു ശ്രദ്ധ എനിക്ക് ഉണ്ടാകും. വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ എന്നെക്കാളും കൂടുതൽ എൻ്റെ ഭർത്താവ് തന്നെയാണ്. പക്ഷെ വീട്ടിൻ്റെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിപ്പോൾ മാർബിളായാലും മരമായാലും ടൈലായാലും അതിനൊക്കെ എത്ര ക്യാഷ് കൊടുത്ത് അത് ശരിക്കും അറിയുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. ഞാനല്ലേ ഈ വീട്ടിൻ്റെ മൊത്തം പണിയൊക്കെ എടുപ്പിച്ചത്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ല.
അപ്പോൾ അതിൻ്റെ ആ ഒരു വേദന എന്തായാലും എനിക്ക് ഉണ്ടാവുമല്ല. ഈ വീട്ടിന് വേണ്ടിയിട്ട് മൊത്തം പണി തീർക്കാൻ വേണ്ടിയിട്ട് 4 വർഷമാണ് ആയത്. ആ 4 വർഷവും ഞാൻ ഈ ഒരു വീട്ടിൻ്റെ ബാക്കിലായിരുന്നു അന്ന്. ഇന്ന് പിന്നെ എന്താ പറയുക, ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. അന്നെല്ലാം പിന്നെ ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ സമയം മൊത്തം ഇതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അങ്ങനെ ഇതാ അകലെ തുടച്ച് വൃത്തിയാക്കി കബോർഡ് പിന്നെ ലാസ്റ്റാണ് തുടക്കാം. അതായത് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ എല്ലാ പണി കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ കണ്ട ഞാൻ ടോർച്ച് അടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. എങ്ങനെയുണ്ട്? മാഷാ അല്ലാ, നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ സമയം മൊത്തം കിച്ചണിലേക്കുള്ളതാണ് ഗൈസ്. ഇന്ന് പിന്നെ നമുക്ക് നല്ല മൂഡ് വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റും അല്ലേ. ഒരു ദിവസം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ മതി, എന്നാൽ പിന്നെ ദിവസം മുഴുവനും നമുക്ക് സന്തോഷമായി ഗൈസ്. നിലം പെട്ടെന്ന് ആറി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ഫാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി വെച്ചിട്ട് ഇതെല്ലാം പാത്രങ്ങളൊക്കെ തുടച്ചെടുക്കാനുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കൊള്ളിക്കുന്നില്ല ഗൈസ്, നല്ല ടൈം പിടിക്കും. വെറുതെ എന്തിനാന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനില്ലേ കിച്ചണ് ക്ലീനിങ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെക്കാറ്. സ്പോഞ്ചായാലും സ്ക്രബ്ബറായാലും എല്ലാം ഇതിലിട്ട് വെക്കും കേട്ടോ. ഈ ഒരു ബക്കറ്റിൽ ഇങ്ങനത്തെ കുറേ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഒരു പരിപാടി നോക്കട്ടെ കേട്ടാ. എല്ലാം ഒരു കവറിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റും. പുറത്തിട്ട് തരാതെ ഇങ്ങനെ ഓരോന്ന് കാണുന്നത് കേട്ടാ. ഇതുണ്ടാ, ഇതിപ്പം വൃത്തിയാക്കുമ്പോഴാണ് കണ്ടത്. ഇത് ഞാൻ കുറേ മുമ്പ് ഗൾഫുകാരൻ കൊണ്ടുവന്ന ഒരു സാധനമാണ് കേട്ടാ. ഇൻഷാ അല്ലാ ഇതിനൊക്കെ ഒരു ദിവസം നമുക്ക് ആവശ്യം വരും, അന്നേരം നമുക്ക് എടുക്കല്ലേ. പിന്നെ ഈ ഒരു ബക്കറ്റ് ഞാൻ കുറേ മുമ്പ് വരുമ്പം കൊണ്ടുവന്നതാണ് കേട്ടാ. അങ്ങനെ കാലിയായിട്ട് കൊണ്ടുവന്നതല്ല, അതിൽ കുറേ ഇതേപോലത്തെ കുറേ ഫ്ലവറൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ബക്കറ്റിൽ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ബക്കറ്റും കിട്ടി, അതും കിട്ടി അല്ലേ. അങ്ങനെയാണ് ഗൈസ്. പിന്നെ എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവരണ്ടേ. വേറെ എന്തോ ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഇത് നമ്മളെ ചാർക്കോള, അതല്ല. ഇത് ആൻഡ് മിക്സർ. ഇതും ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടാ, ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് എനിക്ക് എന്തിൻ്റെ കൂടെ കിട്ടിയതല്ലേ. ഇതെന്തോ വാങ്ങുമ്പോൾ അങ്ങനെ ഫ്രീ കിട്ടിയതാണ് കേട്ടാ. ഓവൺ വാങ്ങിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഇതാണ് ഇപ്പം കാണുന്നത്. എൻ്റെ റബ്ബേ. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ വേറെ ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ചെറിയ ചെറിയ കോപ്പനിൽ കുറേ ഉണ്ട്. ഇതെല്ലാം കുറേ ഉണ്ട്. എന്താ പുതിയൊക്കെ അലാക്കതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതൊന്നും ഇപ്പം നമ്മൾ എടുക്കുന്നില്ലല്ലോ. ഓരോ മോഡൽ പോകുമ്പോൾ എടുക്കാനും പറ്റുന്നില്ല ഗൈസ്. ഇതാണ് പാത്രത്തിൻ്റെ ഒരവസ്ഥ. ഇതെല്ലാം ഞാൻ മുമ്പ് വാരം കൊണ്ടുവന്നതാണ്. ഇതെല്ലാം നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടാ. ഇത് പിന്നെ ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ്, നമ്മളെ ദുബായ് ലുലുന്ന്. ലുലുന്ന് തന്നെയല്ല, ലുലു തന്നെ, അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടാ. അവിടുത്തെ പ്ലേറ്റ് എനിക്കിഷ്ടം പോലെ ഉണ്ട്. ഫസ്റ്റിൽ ദുബായി പോരാന്ന് ഇതെല്ലാം കൊണ്ടുവന്നത്. ഇനി ഇതൊക്കെ ഞാൻ ഈ ഒരു പെട്ടിയിലാക്കി വെക്കും. ഇതൊന്നും ഇനി വേണ്ടാന്നല്ല, എപ്പോഴെങ്കിലും ആവശ്യം വരൂലേ, അന്നേരം എടുക്കാം. ഈ ഒരു സാധനം കണ്ട ഗൈസ്, ഇതാണ് എനിക്കിഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ ഒരു കെറ്റില് ഗ്ലാസിൻ്റെ. എൻ്റെ സത്യം പറഞ്ഞാലാ എൻ്റെ മോളിൽ ഇത് വീണിട്ട് ഇത് പൊട്ടിപ്പോയി കിട്ടും. നല്ലൊരു മൊഞ്ചുണ്ടായിരുന്നു കാണാൻ. ഗ്ലാസ് എൻ്റെ ഉണ്ട് കേട്ടാ. ഗ്ലാസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗ്ലാസ് ഉണ്ടാ, ഇതേപോലത്തെ 4 ഗ്ലാസ് വരുന്നുണ്ട് കേട്ടാ. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇതാണ് എൻ്റെ മോളെ കൈമന്ന് വീട് പൊട്ടിപ്പോയി കിട്ടും. പിന്നെ പറഞ്ഞ കാര്യമില്ല, പോയത് പോയി. ആൾക്കാരൊക്കെ ഇവിടെ തട്ടിപ്പോകുന്നുണ്ട്. അന്നേരമാണ് ഇതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. നല്ല അടിപൊളി ഗ്ലാസ് കേട്ടാ, ചൂട് തട്ടൂല. അതിന് പകരമാണ് ഇത്. അങ്ങനെ ആ ഒരു ചെറിയ കോപ്പൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഒരു ചെറിയ പെട്ടിയിലാക്കി വെച്ച്. ഇതൊക്കെ കാലങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ വരുമല്ലേ, അത്ര വരെ ഞാനുണ്ടാവുമോ, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത അല്ലേ. സമയമാകുമ്പോൾ പിന്നെ
പോണ്ടേ, ഇവിടെ നിൽക്കാൻ പറ്റുമോ? അല്ലാതെ ഒരു കണക്കില്ല ഗൈസ്. ഈ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന സെറാമിക്കിൻ്റെ ഈ ഒരു ഗ്ലാസ് ജാർ ഉണ്ടല്ലോ, അത് ഞാൻ തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാകും. എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വേറെ സെറാമിക്കിൻ്റെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം തൽക്കാലമില്ല. ഇതും ഞാൻ മാറ്റി വെച്ച്. ആ ഒരു കപ്പ് വേണ്ട, അത് എൻ്റെ അനിയൻ വരുമ്പോൾ കൊണ്ടു തന്നെയാണ്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ അല്ല, അവന് ഗൾഫിൽ പോകുന്ന മുന്നേ നാട്ടിൽ ഈ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് സ്വിച്ചിൻ്റെയും അതേപോലെ തന്നെ വയറിങ്ങിൻ്റെ ഉള്ള കമ്പനിയിൽ അവൻ അക്കൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഇടയ്ക്കിൽ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവനക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. അന്നേരം അത് എനിക്ക് അനിയത്തിക്ക് ഉമ്മാക്കെല്ലാം കൊണ്ടുതരും. അതാണ് കേട്ടാ, ഇതിനായി ഇപ്പോൾ വൃത്തിയാക്കുമ്പോഴാണ് കാണുന്നത്. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാനെല്ലാം അതിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റുന്നുണ്ട് കേട്ടാ. ഇടയ്ക്കായി ഒരു പണിയും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ അകം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും വൃത്തിയാക്കിയിട്ട് എല്ലാം ഞാൻ വീണ്ടും അകത്തേക്ക് തന്നെ കയറ്റി. ഇനിയും പണി ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കേട്ടാ. അതിനിടക്കുണ്ടല്ലോ ഈ നിലത്തൊക്കെ കുറച്ച് കാട്ടങ്ങളൊക്കെ ഉണ്ട്. അകത്തുനിന്ന് അടിച്ച് വാരിയിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അത് അടിച്ച് വരണം കൈയോടെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റുള്ളതെല്ലാം ക്ലീൻ ആക്കുമ്പം ഇതെല്ലാം ചവിട്ടിയിട്ട് കൂടുതൽ വൃത്തികേടാകും. ആ വൃത്തികേട് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം നിലയൊക്കെ കംപ്ലീറ്റ് ഒന്ന് അടിച്ച് വരട്ട്. കുറച്ച് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കിങ്ങനെ എൻ്റെ ചെരുപ്പിനെല്ലാം പറ്റും. എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടി അടിച്ച് വരലും തുടക്കലൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കറണ്ട് പോയിട്ട് ഒരു 3 മണിക്കൂറോളം ഫോണിൽ ചാർജ് ഇല്ലാണ്ടായിപ്പോയി കിട്ടും കേട്ടോ. അങ്ങനെ കറണ്ട് വന്നിട്ടാണ് ഞാൻ വീണ്ടും തുടങ്ങിയത്. ഇനി ഇതാ കിച്ചണിലുള്ള ഈ ഒരു ജനൽ കമ്പികളും ജനലൊക്കെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഒരു തുണി വെച്ചിട്ട്. ഗ്ലാസ് പിന്നെ ഇപ്പം ഞാൻ ക്ലീൻ ആക്കുന്നില്ല. ഇൻഷാ അല്ലാ സ്റ്റോർ റൂം ക്ലീൻ ആക്കാനുണ്ട്. അത് ക്ലീൻ ആക്കുമ്പോഴാണ് അതിൻ്റെ ഗ്ലാസ് വൃത്തിയാക്കുക. അത് അത്യാവശ്യം സമയം എടുത്തിട്ട് ക്ലീൻ ആക്കേണ്ടതാണ്. ഇന്ന് പിന്നെ നടക്കില്ല, കറണ്ട് പോയിട്ട്. അങ്ങനെ എൻ്റെ സമയമെല്ലാം പോയി കിട്ടും. ഫോണിൽ ചാർജില്ലാണ്ടായിപ്പോയി. ഇനി ഇതാ ഈ ഒരു കിച്ചണിൽ വരുന്ന ഈ ഒരു ചെറിയ അലമാരുണ്ട്, അതിൻ്റെ സൈഡിലുള്ള പൊടിയെല്ലാം ഒന്ന് തുടച്ചെടുക്കാനുണ്ട് ഗൈസ്. ഈ ഒരു തുണി ഉണ്ടല്ലോ, ഞാൻ നല്ലോണം വെള്ളം നനച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം പീനെടുത്ത് അങ്ങനെയാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല പൊടി കാണുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ ക്ലീൻ ആക്കുമ്പോൾ മനസ്സിന് എന്താ സുഖം എന്നറിയാവുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്നും നോക്കണ്ടല്ല. ഇനി ഇൻഷാ അല്ലാ അടുത്ത മാസം നോമ്പല്ലേ വരുന്നത്. അപ്പോൾ ഇന്നേ തുടങ്ങിയാൽ അപ്പോഴേക്ക് കഴിയും. ഓരോ റൂമായിട്ടാണ് ഞാൻ ക്ലീൻ ആക്കാൻ പോകുന്നത്. ഇനി ഇൻഷാ അല്ലാ അടുത്തത് ഇത് കഴിഞ്ഞാലേ അടുത്തത് റൂമായിരിക്കും. ആദ്യം എടുത്ത പണി കഴിയിട്ട് അല്ലേ കംപ്ലീറ്റ്. ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോഴാണ് ഈസി. അങ്ങനെ വലിയ ഭാരമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടാ. ഇനി ഇതാ ഈ ഒരു ഡോറ് വൃത്തിയാക്കാനുണ്ട്. കിച്ചണ് കാണുമ്പോൾ ഞാൻ വിചാരിച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയല്ലോ പെട്ടെന്ന് തീരുമെന്ന്. എൻ്റെ പൊന്നെ നല്ല സമയം പിടിച്ചിട്ടുണ്ട്. ഈ മുക്കും മുലയും അതേപോലെ തന്നെ കുറേ പൊടിയൊക്കെ ഉണ്ട് തുടച്ചെടുക്കാൻ. 2-3 തവണ തന്നെ ഇങ്ങനെ മാറി മാറി നമ്മൾ തുടക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ കുറേയൊന്നും വീഡിയോയിൽ കൊടുത്തിട്ടില്ല. വീഡിയോ ഒരുപാട് അങ്ങ് ലാഗായി പോവും. എന്നിട്ട് പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ്. അങ്ങനെ എന്ത് ചെയ്തേ, അതിനിടയ്ക്ക് മാറാലുണ്ട്, കുറച്ച് തട്ടാനുണ്ട്, അതും തട്ടി. ഇനിയിപ്പം ഞാൻ ഒരു പണിയാണ് ബാക്കി വെച്ചിട്ടുള്ളത്, ടൈല് വൃത്തിയാക്കാനുണ്ട്. അത് ഇന്ന് എന്തായാലും നടക്കൂല. ഏകദേശം എന്താ പറയുക വൈകുന്നേരം ആയിപ്പോയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി, മൊത്തത്തിൽ പണി കിട്ടി. എന്നാലും വലിയ പണിയെല്ലാം കഴിഞ്ഞ്. പിന്നെ ടൈലല്ലേ, ഇൻഷാ അല്ലാ നാളെ രാവിലെ തന്നെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്താ പറയുക, കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈസി കേട്ടോ. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ.